ഹലോ കൂട്ടുകാരെ, പണ്ട് പ്രവാസ ജീവിതം നയിച്ചവർക്ക് ഈ ഒരു സാധനം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയാമോ? നമ്മുടെ ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഗൾഫിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതാണ് എല്ലാവരും ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. ഇതാകുമ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറികൾ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? പണ്ടത്തെ രീതിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത്, നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ചിലർക്ക് മാറിപ്പോകാറുണ്ട്, ഇഡ്ഡലിപ്പൊടിയും ചമ്മന്തിപ്പൊടിയും കൂടി രണ്ടും രണ്ടാണ് കേട്ടോ. ഇത് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ പറ്റിയ പൊടിയാണ്, ചമ്മന്തിപ്പൊടി വേറെയാണ് കേട്ടോ. അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് തീ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ അതേ പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പണ്ട് എൻ്റെ അമ്മയൊക്കെ, എൻ്റെ അച്ഛന് ഗൾഫിൽ, എൻ്റെ അച്ഛൻ 25 വർഷം പ്രവാസിയായിട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അച്ഛനൊക്കെ ഇത് കൊടുത്ത്, ഇപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് വരുവാണെങ്കിൽ അവർക്കൊക്കെ എപ്പോഴും ഇത് ഉണ്ടാക്കി കൊടുക്കുന്നൊരു സാധനമാണ് ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്നത്, അഥവാ ഈ ഇഡലിപ്പൊടി. അപ്പോൾ അമ്മ ചേർക്കുന്നത് ചിലപ്പം ഉഴുന്നിന് പകരം ചെറുപയർ ചേർക്കാറുണ്ട് കേട്ടോ. ചെറുപയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതും ഒരു കളർ ചേഞ്ച് ആകുമ്പോൾ അതേ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നതും നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. റോസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഉപ്പിൻ്റെയൊക്കെ അതിനകത്തൊരു വെള്ളമയം ഉണ്ടായിരിക്കില്ല, ആ ഒരു വെള്ളമയം മാറ്റിയെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില പ്രത്യേകം ഇട്ടാലും മതി, കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ അധികം ചേർത്തിട്ടില്ല. അതിനുശേഷം ഒരിത്തിരി എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം എരിവിന് വേണ്ടിയുള്ള നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 5-8 മുളക് എടുക്കുന്നുണ്ട്. ഇത് ചെറിയ എരിവും നല്ല കളറുമുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിച്ചെടുക്കാവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈർപ്പം വരും, ഇങ്ങനെ കട്ടിയായി പോകും. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളമയമൊന്നും ഇല്ലാത്ത ഒരു മിക്സി ജാറിലോട്ട് അതിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതിനകത്ത് വെള്ളമയം ഉണ്ടാവരുത്. വെള്ളമയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊടി ചീത്തയായി പോകും. പണ്ട് ഇത് ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവർക്ക് ഒരു 2 മാസമൊക്കെ കറക്റ്റായിട്ട് കഴിക്കാനുള്ള രീതിയിലായിരിക്കും ഇത് കൊടുത്തു വിടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു 2 മാസം അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ചിലർ ചോറിനും ഇത് കഴിക്കും കേട്ടോ. ഇതെടുത്തിട്ട് എണ്ണയൊക്കെ ചാലിച്ച് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് ഓവറായിട്ട് ഇങ്ങനെ പൗഡർ പോലെ ഒന്നും പൊടിയേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിതരിപ്പൊക്കെ കൂടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ തരിതരിപ്പോട് കൂടി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ പൗഡർ പോലെ പൊടിച്ചെടുത്താലും നല്ലതായിരിക്കും കേട്ടോ. അതിനുശേഷം ആ പൊടി ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെക്കുക. ഇത് തണുത്തിട്ടാണ് പൊടിച്ചെടുത്തത്, എന്നാലും നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു ചെറിയ ചൂട് വരുമല്ലോ, അതിന് വേണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടി നല്ലൊരു വിസ്താരമുള്ള പാത്രത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അതൊന്ന് നല്ലപോലെ തണുത്ത് വരുന്ന സമയത്ത് നമുക്കതൊരു ടിന്നിലോട്ട് മാറ്റി അടച്ചു വെച്ച് സൂക്ഷിക്കാം. ഇത് 2-3 മാസമൊക്കെ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കുറച്ച് ചാലിച്ച് എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. ഇത് പണ്ടത്തെ ഒരു രീതിയാണ്. ചിലർ ഇതിനകത്ത് തേങ്ങയൊക്കെ ചേർക്കാറുണ്ട്. എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചേർക്കാറില്ല. എൻ്റെ അമ്മ വയ്ക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പം വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതിനകത്ത് കുറച്ച് എള്ള് ചേർത്താൽ ഒന്നുകൂടെ ശരീരത്തിന് ഗുണമായിരിക്കും. എൻ്റെ കയ്യിൽ എള്ളിപ്പോൾ ഇല്ലായിരുന്നു, എന്നാലും എള്ള് ചേർത്താൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്താൽ അത്രയും നല്ലതായിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.